പാലക്കാട്ടെ ബി.ജെ.പിയിലുണ്ടായ പൊട്ടിത്തെറിക്ക് പിന്നാലെ ജില്ലാ പ്രസിഡന്റിനെ ഇന്ന് പ്രഖ്യാപിക്കും. യുവമോർച്ച ജില്ലാ പ്രസിഡന്റിനെ ബി.ജെ.പി ജില്ലാ പ്രസിഡന്റ് ആക്കുന്നതിനെതിരെ മുതിർന്ന നേതാക്കൾ കഴിഞ്ഞ ദിവസം യോഗം ചേർന്നിരുന്നു. പ്രശാന്ത് ശിവനെ പ്രസിഡന്റാക്കിയാൽ രാജിവെക്കുമെന്നാണ് പാലക്കാട് നഗരസഭാ ചെയർമാൻ അടക്കമുള്ള 7 കൌൺസിലർമാരുടെ നിലപാട്. പാലക്കാട് ഉൾപ്പെടെ ബി.ജെ.പിയുടെ 27 സംഘടനാ ജില്ലാ പ്രസിഡന്റുമാരെ ഇന്ന് 11 മണിയോടെയാണ് പ്രഖ്യാപിക്കുക. വിവരങ്ങളുമായി ഗോകുൽ വി.എസ്. ചേരുന്നുണ്ട്. ഗോകുൽ, പാലക്കാട് വളരെ നിർണായകമായ ഒരു ദിവസമാണ് ഇന്ന്. പൊട്ടിത്തെറിക്ക് പിന്നാലെ എന്ത് സംഭവിക്കുമെന്നുള്ള ആകാംക്ഷയിൽ തന്നെയാണ്. കെ സുരേന്ദ്രൻ സമവായത്തിനില്ല എന്നുള്ളതൊക്കെ നമ്മൾ അറിഞ്ഞിരുന്നു. എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? അതായത് കൂടുതൽ കൗൺസിലർമാർ കൂടി കെ സുരേന്ദ്രനെ തങ്ങൾ പ്രശാന്ത് ശിവനെ ജില്ലാ പ്രസിഡന്റ് ആക്കുകയാണെങ്കിൽ രാജിവെക്കും എന്നുള്ള ഒരു വിവരമാണ് സംസ്ഥാന നേതൃത്വത്തെ അറിയിക്കുന്നത്. നഗരസഭയുടെ ഭരണത്തെ തന്നെ ബാധിക്കുന്ന രീതിയിലേക്കാണ് പാലക്കാട്ടെ പ്രശ്നങ്ങൾ പോകുന്നത്. അതായത് പ്രശാന്ത് ശിവനെ പ്രസിഡന്റ് ആക്കുകയാണെങ്കിൽ, സമവായമില്ലാതെ പ്രസിഡന്റ് ആക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ രാജ്യ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങും എന്നുള്ള ഭീഷണിയാണ് ഇത്തരത്തിൽ വാർഡ് ചെയർപേഴ്സൺ അടക്കമുള്ള കൗൺസിലർമാർ ഉയർത്തുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അത് സ്വാഭാവികമായും ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. പാലക്കാട് നഗരസഭ എന്ന് പറയുന്നത് ബി.ജെ.പിയുടെ ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ്. ആ സ്ഥലത്താണ് ഇത്തരത്തിലൊരു സംഘടനാപരമായി വലിയൊരു പ്രതിസന്ധിയിലേക്ക് ബി.ജെ.പി പോകുന്നത്. അങ്ങനെയാണെങ്കിൽ പാലക്കാട് നഗരത്തിലെ ഭരണം പാലക്കാട് നഗരസഭയിലെ ഭരണം തന്നെ ബി.ജെ.പിക്ക് നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടാകും. ഏതായാലും ചെയർപേഴ്സൺ അടക്കമുള്ളവരാണ് ഇത്തരത്തിൽ രാജിവെക്കും എന്നുള്ള ഭീഷണി മുഴക്കിയിട്ടുള്ളത്. കൗൺസിലർമാർ രാജിവെക്കുന്നത് ബി.ജെ.പിയെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടി തന്നെയാകും. പ്രശാന്ത് ശിവനെ പ്രസിഡന്റാക്കിയാൽ രാജിവെക്കുമെന്നാണ് ഈ പാലക്കാട് നഗരസഭാ ചെയർമാൻ അടക്കമുള്ള 7 കൗൺസിലർമാരുടെ നിലപാട്. അത് തന്നെയല്ലേ ഇക്കാര്യത്തിൽ ഏറെ നിർണായകമായും നിൽക്കുന്നത്? തീർച്ചയായും അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം വെച്ചാൽ അത്തരത്തിൽ രാജിവെക്കുകയാണെങ്കിൽ അത് പാലക്കാട് നഗരത്തിന്റെ ഭരണത്തെ തന്നെ, പാലക്കാട് നഗരസഭയുടെ ഭരണത്തെ തന്നെ ബാധിക്കും. പക്ഷേ ഇത്തരത്തിൽ പ്രശ്നത്തിനിടയിലും പ്രശാന്ത് ശിവൻ ഇന്ന് 10 മണിക്ക് പ്രസിഡന്റായി ചുമതലയേൽക്കുമെന്നുള്ള വിവരങ്ങൾ കൂടിയാണ് പുറത്തു വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് വലിയ പൊട്ടിത്തെറിയിലേക്ക് ബി.ജെ.പി നീങ്ങാനുള്ള സാധ്യതയുണ്ട്. നഗരസഭയിലെ ഭരണത്തെ അടക്കം അത് ബാധിക്കുന്ന രീതിയിലേക്കും കാര്യങ്ങൾ പോകും. കുറച്ചു നാളുകളായി പാലക്കാട് ജില്ലാ നേതൃത്വവും അതോടൊപ്പം തന്നെ നഗരസഭയും 2 തട്ടിലായിരിക്കാൻ തുടങ്ങിയിട്ട് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് മുതൽ ഉടലെടുത്ത പ്രശ്നമാണ്. അത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് നീങ്ങുന്നു. ആ ഉപതെരഞ്ഞെടുപ്പിൽ പ്രശ്നമുണ്ടായപ്പോൾ അത് സംഘടനാ തെരഞ്ഞെടുപ്പിൽ അത് സംബന്ധിച്ചുള്ള ഒരു അനുനയമാണ് ഉണ്ടായിരുന്നത്. പക്ഷെ അതുണ്ടായില്ല. അത് മാത്രമല്ല, സമവായം എന്നുള്ള രീതിയിൽ 6 പേരുടെ പേര് ജില്ലാ നേതൃത്വത്തിന് മുന്നിലേക്ക് വിമത വിഭാഗവും അതോടൊപ്പം തന്നെ സമവായത്തിന്റെ പേരിൽ എടുത്തിരുന്നു. പക്ഷെ ആ പേരുകളിൽ പെട്ട ആളല്ല പ്രശാന്ത് ശിവൻ. അതിലൊന്നും പെടാത്ത ഒരാളെ ഇത്തരത്തിൽ ജില്ലാ പ്രസിഡന്റായി നിയമിക്കുന്നു എന്നുള്ള ഒരു അതൃപ്തിയാണ് ഈ നഗരസഭയിലെ വിഭാഗത്തിനുള്ളത്. ഏതായാലും അതൊരു പ്രതിഷേധം എന്നുള്ള രീതിയിലേക്ക് നഗരസഭയിൽ അതായത് രാജിവെച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും, അല്ലെങ്കിൽ ആ രീതിയിലുള്ള കടുത്ത നിലപാടിലേക്കാണ് ഏതായാലും നഗരസഭയിലെ കൗൺസിലർമാർ നീങ്ങുന്നത്. ശരി ഗോകുൽ, എന്തായാലും പാലക്കാട് ഉൾപ്പെടെ ബി.ജെ.പിയുടെ 27 സംഘടനാ ജില്ലാ പ്രസിഡന്റുമാരെ ഇന്ന് 11 മണിയോടെയാണ് പ്രഖ്യാപിക്കുക. ഗോകുൽ വി.എസ്. ആണ് വിവരങ്ങൾ പങ്കുവച്ചത്.